വളർത്തുനായയെ കല്ലെറിഞ്ഞതിനെ ചൊല്ലി കൗമാരക്കാർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ 14കാരന് ഗുരുതരമായി പരിക്കേറ്റു. തിരൂർ നിറമരുതൂർ സ്വദേശി തൊട്ടിയിൽ അബ്ദുൾ അസീസിന്റെ മകൻ അസ്ജദിനെയാണ് തലയ്ക്കും താടിയലിനും ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടുകൂടിയായിരുന്നു അക്രമ സംഭവങ്ങളുടെ തുടക്കമെന്നാണ് പറയുന്നത്. ഒരു കൂട്ടം ചെറുപ്പക്കാർ മങ്ങാട് കളരിക്ക് സമീപത്തെ വീട്ടിലെ വളർത്തുനായയെ കല്ലെറിയുകയും ശല്യപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ട വീട്ടുകാർ പുറത്തിറങ്ങിയപ്പോൾ അസ്ജാദിനെയും കൂട്ടുകാരെയും കാണുകയും കാര്യം തിരക്കുകയും ചെയ്തു. വീട്ടുകാരോട് കല്ലെറിഞ്ഞത് വള്ളിക്കാഞ്ഞനം സ്വദേശികളായ 4 കുട്ടികളാണെന്ന് ഇവർ വ്യക്തമാക്കി പേരുകളും നൽകി. ഇതിന്റെ വൈരാഗ്യത്തിലാണ് രാത്രി മർദ്ദനമുണ്ടായത്. മങ്ങാട് പള്ളിയിൽ നിന്നും പ്രാർത്ഥനയ്ക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന സുഹൃത്ത് മുഹമ്മദ് ഫാദിനെ 4 പേർ ചേർന്ന് മർദ്ദിക്കുന്നതായി അറിഞ്ഞ് സ്ഥലത്തെത്തിയതായിരുന്നു അസ്ജാദ്. ഇതോടെ ഇരുമ്പുദണ്ടുകൊണ്ട് തലക്കടിക്കുകയും കല്ലുകൊണ്ട് മുഖത്തിടിക്കുകയുമായിരുന്നുവെന്ന് പരാതിയിൽ പറയുന്നു. എന്റെ കമ്പനിക്കാരനെ ഒറ്റക്ക് കൂട്ടട്ടി അടിക്കുന്ന ആൾക്കാർ അത് തടയാൻ പോയപ്പോ എന്നെ അടിച്ചാണ്. എന്താ നാട്ടിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായത്, അത് ചോദിക്കാൻ വന്നതാണ്. പ്രശ്നം ഞങ്ങളവിടുത്തെ ഒരു വീട്ടിൽ ഇവരെന്താ ശല്യം ചെയ്തിട്ട് പോയെന്ന് ഞങ്ങളോട് വന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾ പറഞ്ഞു ഇവരാണ് ആൾക്കാർ എന്ന് പറഞ്ഞതിന് ഞങ്ങളന്ന് അടിച്ചു. അവിടുത്തെ നായിനെ കല്ലെടുത്ത് പറയാ പേരെ എന്തൊക്കെ പറഞ്ഞാണ്ട് ഓടിയെന്ന് പറഞ്ഞ് ഞങ്ങളോടൊന്നും ചോദിക്കുന്നു. താനൂർ പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്തതായി അസ്ജദിന്റെ മാതാവ് അറിയിച്ചു. ഒരു ഉമ്മാർക്കും ഇങ്ങനത്തെ ഒരു കുട്ടികളെ ആരും ചെയ്യരുത്, ആരെ കൊണ്ടും ഒന്നും ചെയ്യിപ്പിക്കരുത്. എല്ലാ കുട്ടികളും എല്ലാ ഉമ്മാരും മക്കളാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു പാഠമാക്കിയിട്ട് പാഠത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ചാനൽ വിളിച്ച് കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ ആരും ഇങ്ങനെ ഒരു കുട്ടികൾ ഇങ്ങനെ ചെയ്യരുതെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. മലബാർ ടൈംസ്, താനൂർ.